നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. പലപ്പോഴും സഭാകമ്പം എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട് നമ്മളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. സഭാകമ്പത്തിൻ്റെ പല പല വകഭേദങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സഭാകമ്പം അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്, മിടുക്കനാണ്, 26 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് അദ്ദേഹം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം പൊതുസ്ഥലത്ത് വെച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഒരു മീറ്റിങ്ങോ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഓഫീസിൽ ചില പ്രോജക്റ്റുകളൊക്കെ സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ചില ചെറിയ ട്രീറ്റുകളൊക്കെ കാണും, ലഘുഭക്ഷണങ്ങൾ, സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹം ഇത് കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ അങ്ങിരിക്കും. ബാക്കിയുള്ളവരെല്ലാം അത് കഴിക്കുന്നു, ഇദ്ദേഹം മാത്രം ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ബാഗിനുള്ളിലേക്ക് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ വിദേശത്തുള്ള സ്ഥാപനത്തിൻ്റെ മേധാവി ഒരിക്കൽ വന്നിട്ട് ഈ ഓഫീസിലുള്ള എല്ലാവർക്കും ഒരു ഡിന്നറൊക്കെ കൊടുത്തു. ആ ഡിന്നറിൻ്റെ സമയത്ത് ഇദ്ദേഹം വന്നു. ഇദ്ദേഹം കഴിയുന്നത്ര ഇത് ഒഴിവാവാൻ വേണ്ടി ശ്രമിച്ചു, എനിക്ക് വീട്ടിൽ അസൗകര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിർബന്ധപൂർവ്വം സ്ഥാപന മേധാവി വിളിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം വന്നിട്ട് ആ ഹോട്ടലിൽ വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ആദ്യം സൂപ്പ് കൊണ്ടുവന്നു. സൂപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുടിച്ചിട്ട് ചുറ്റുപാടും ഇങ്ങനെ നോക്കുകയാണ്, മറ്റുള്ളവർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള മട്ടിൽ. കഷ്ടപ്പെട്ട് 2-3 റൗണ്ട് സൂപ്പ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ബാക്കി വെച്ചിട്ട് എനിക്ക് പാഴ്സൽ ചെയ്താൽ മതി, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം എന്ന് പറയും. എന്തുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കഴിച്ചുകൂടാ, ഞങ്ങളെല്ലാം ഇവിടെ ഇല്ലേ, ഞങ്ങളോടൊപ്പം ഇരുന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ ഐ വിൽ ഗിവ് യു കമ്പനി, ഞാൻ നിങ്ങൾക്ക് കമ്പനി തരാം, പക്ഷേ ഞാൻ വീട്ടിൽ പോയിട്ട് എനിക്ക് പ്രായമുള്ള അച്ഛനും അമ്മയുണ്ട്, എനിക്ക് അവരുടെ കൂടെ ഇരുന്നേ കഴിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷ്യവസ്തുക്കൾ പാഴ്സലായിട്ട് വാങ്ങിക്കൊണ്ടുപോയി. ഇതേപോലെ ഒരു സഹപ്രവർത്തകൻ്റെ കല്യാണം വന്നു. കല്യാണത്തിനും ഇദ്ദേഹം പോവാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. പക്ഷേ കൂട്ടുകാരെല്ലാം കൂടെ വലിച്ചു കൊണ്ടുപോയി എന്ന് തന്നെ പറയാം, ലിറ്ററലി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇതേ അവസ്ഥയാണ്. ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല. അത് പ്രത്യേകിച്ച് ഈ ക്യാമറ, നമുക്കറിയാമല്ലോ, നമ്മുടെ വിവാഹത്തിൻ്റെ സമയത്ത് വീഡിയോ എടുക്കുന്ന രീതി ഉണ്ടാവും. ഇദ്ദേഹം കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി കുറച്ചെന്തോ എടുത്തിങ്ങനെ കഴിച്ചു. പെട്ടെന്നാണ് ഈ വീഡിയോ ക്യാമറ വന്നുകൊണ്ട് ഇദ്ദേഹം സ്റ്റക്കായി. ഇദ്ദേഹം അതെല്ലാം താഴെയിട്ട് കൈയൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കാൻ തുടങ്ങി. ആ ക്യാമറ അങ്ങ് പോയി. ക്യാമറ വളരെ വിദൂരം എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നീട് കുറച്ചെങ്കിലും അദ്ദേഹം എടുത്ത് കഴിച്ചത്. ഇത് ഒരു സാമൂഹിക ഉത്കണ്ഠ രോഗത്തിൻ്റെ വകഭേദമാണ്. ഇപ്പോൾ സാമൂഹിക ഉത്കണ്ഠ അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത് സാമൂഹ്യ സാഹചര്യങ്ങളിൽ സംസാരിക്കാനോ ഇടപെടാനോ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഒരു വിമുഖതയാണ്. 2 തരത്തിലുള്ള സാമൂഹ്യ ഉത്കണ്ഠയുണ്ട്. ഒന്ന് പൊതുവായ സാമൂഹ്യ ഉത്കണ്ഠ, ജനറലൈസ്ഡ് സോഷ്യൽ ആങ്സൈറ്റി. അത് ഏത് സാഹചര്യത്തിലും എന്ത് കാര്യം ചെയ്യാനും മടിയായിരിക്കും, പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിൽ വെച്ച് സംസാരിക്കാൻ മടി. പക്ഷേ രണ്ടാമതൊരു വിഭാഗമുണ്ട്, സർക്കംസ്ക്രൈബ്ഡ് സോഷ്യൽ ആങ്സൈറ്റി, സവിശേഷ സാമൂഹ്യ ഉത്കണ്ഠ എന്ന് പറയും. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം, ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നതിന് മാത്രമായിരിക്കും ഉത്കണ്ഠ. ഇവിടെ ഇദ്ദേഹത്തിനുള്ള ഉത്കണ്ഠ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ്. പൊതുസ്ഥലത്ത് വെച്ച് താൻ കഴിക്കുന്നത് കണ്ട് മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് കരുതും, തന്നെ കളിയാക്കുമോ, പരിഹസിക്കുമോ, താൻ അമിതമായി ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുമോ തുടങ്ങിയ ചിന്തകളാണ് ഇദ്ദേഹത്തിന്. അപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനൊരു ചിന്ത വന്നു എന്ന് ചോദിച്ചപ്പോൾ, പണ്ട് കുട്ടിക്കാലത്തുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു സംഭവം ആരംഭിച്ചിരിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓണത്തിനൊരു സദ്യ നടത്തുകയുണ്ടായി. സദ്യയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു. പായസം വിളമ്പി. അപ്പോൾ പായസം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഇലയൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ എടുത്തു വെച്ചിട്ട് തടുത്തു കൂട്ടിയ പായസം വളരെ ധൃതി വെച്ച് പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ ശ്രമിച്ചു. കാരണം പായസം ഇങ്ങനെ ഇലയിൽ നിന്ന് താഴേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ധൃതി വെച്ച് വളരെ ഫോക്കസ്ഡായിട്ട് പെട്ടെന്നിരുന്ന് കഴിച്ചു. ഇത് കണ്ടിട്ട് ചുറ്റുപാടുമുള്ള കൂട്ടുകാരെല്ലാം കൂടെ കളിയാക്കാൻ തുടങ്ങി. അധ്യാപകരും ഈ കളിയാക്കലിൽ ഒപ്പം അങ്ങ് ചേർന്നു. ഇദ്ദേഹത്തിനൊരു പ്രത്യേക പേരും ഒരു കളിയാക്കി. ഇദ്ദേഹം അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നുള്ള ധ്വനി വരുന്ന ഒരു ഇരട്ടപ്പേരും ഇദ്ദേഹത്തിന് വീണു. ഇതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഈ പബ്ലിക് പ്ലേസിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ആശങ്ക വന്നു തുടങ്ങിയത്. അദ്ദേഹത്തെ വളരെ തീവ്രമായ ഉത്കണ്ഠയാണ് ഈ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകി. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഉത്കണ്ഠ കുറയ്ക്കാൻ, സാമൂഹ്യ ഉത്കണ്ഠ കുറയ്ക്കാനുള്ള ചില മനഃശാസ്ത്ര ചികിത്സകളുണ്ട്, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ്. ആ ചികിത്സാ രീതികൾ നൽകിയപ്പോൾ ക്രമേണ അദ്ദേഹത്തിൻ്റെ ഈ ഭക്ഷണം കഴിക്കാനുള്ള ആശങ്കയും ഭയവും ഒക്കെ മാറി
ഒടുവിൽ ഏതാണ്ട് ഒരു 6 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ അദ്ദേഹം പൊതുസ്ഥലത്ത് വെച്ച് ധൈര്യമായി ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേർന്നു. ഇതിൻ്റെ പല വകഭേദങ്ങളും കാണാറുണ്ട്. ചില ആളുകൾക്ക് പൊതുസ്ഥലത്ത് ഛർദ്ദിക്കുമോ എന്നുള്ളൊരു ആശങ്കയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊപ്പം കാറിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, കാറിൽ ഛർദ്ദിച്ചു പോകുമോ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ യൂറിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സാമൂഹ്യ ഉത്കണ്ഠയുടെ തന്നെ പല പല വകഭേദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതെല്ലാം കൃത്യമായ ചികിത്സയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.